അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ വണ്ണം കുറച്ചു എന്ന് ചോദിച്ചിട്ട് എനിക്ക് ഫേസ്ബുക്കിലും വാട്സാപ്പിലും അതുപോലെ നമ്മുടെ ഓരോ വീഡിയോയുടെയും താഴെയൊക്കെ കമൻറ്റ്സ് വരുന്നുണ്ട്. എങ്ങനെയാണ് വണ്ണം കുറച്ചത്, ചേച്ചിയുടെ ഡയറ്റ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ എന്താണ് എൻ്റെ പ്രശ്നം എന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാനൊരു ഡയറ്റ്, ആ ഒരു ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശപ്രകാരം ഉള്ള ഡയറ്റ് അല്ല, എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഉള്ള ഫുഡാണ് ഞാൻ കഴിക്കുന്നതെന്ന്. പക്ഷെ അത് പറഞ്ഞിട്ടും ആ വീഡിയോയിൽ തന്നെയും കമന്റ്സ് വന്നിട്ടുണ്ട്, വണ്ണം കുറയ്ക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പറയൂ, എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നതെന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിസിഷ്യനെ കാണാൻ. ഞാൻ ആദ്യം കണ്ടത് ഫിസിഷ്യനെയാണ്. അപ്പോൾ ഫിസിഷ്യനെ കണ്ടിട്ട് നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ നോർമൽ ആണോ, എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്, ഇപ്പോൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അങ്ങനെ പല പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്, ഇതൊന്നും ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാവരും ചെയ്യേണ്ട രീതികൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഡോക്ടറോട് തന്നെ ചോദിക്കുക, നമ്മളിപ്പോൾ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത്. കുറേ ഡോക്ടേഴ്സ് അവർ തന്നെ അതിന് അഡ്വൈസ് തരാറുണ്ട്. ഇന്ന ഫുഡുകളൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കൂ, ഇന്ന ഫുഡുകൾ ഉൾപ്പെടുത്തണം, മസ്റ്റായിട്ടും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാം എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ കൂടുതലായിട്ട് നിങ്ങൾ നന്നായിട്ട് സ്ലിം ആവണം, ആ ഒരു ഡയറ്റ് കറക്റ്റ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡയറ്റീഷ്യനെ തന്നെ കൺസൾട്ട് ചെയ്യുക. ഈ ഫിസിഷ്യൻ്റെ ആ ഒരു റിപ്പോർട്ടും നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ചുള്ള റിപ്പോർട്ട് കൂടി ഡയറ്റീഷ്യനെ കാണിച്ചിട്ട് ഡയറ്റീഷ്യന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മൾ ഏതൊക്കെ ഫുഡ് നമ്മൾ നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുക, ഏതൊക്കെ ഫുഡ് അവോയ്ഡ് ചെയ്യുക. മെയിനായിട്ട് എല്ലാവരും പറയുന്നത് മധുരം ഉള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കുക, ഫ്രൈഡ് ഫുഡ്സ്, പിന്നെ നമ്മുടെ ജങ്ക് ഫുഡ്സ് ഉപേക്ഷിക്കുക. ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് എല്ലാവർക്കും വണ്ണം വ്യത്യാസം വരും. ഇതൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ, കഴിക്കാത്ത ആളുകളാണെങ്കിൽ പിന്നെ അത് ഡോക്ടർ പറയും എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഡോക്ടറെ അടുത്ത് പറഞ്ഞത്, ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡുകൾ, ഏതൊക്കെ ടൈപ്പ് ഫുഡാണ് കഴിക്കുന്നത്, മീറ്റാണോ വെജാണോ, നമ്മൾ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്നുള്ളതനുസരിച്ച് നമ്മുടെ ആ ഒരു ഡയറ്റിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 90% വെജിറ്റേറിയൻ ഫുഡാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ മുട്ട കഴിക്കുന്നുണ്ട് ഡെയിലി. മുട്ട കഴിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് വളരെ അത്യാവശ്യമാണ് മുട്ട. അതുപോലെ തന്നെ പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡ് ഉൾപ്പെടുത്തുക. നമ്മൾ ബാക്കിയുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുമ്പോൾ പ്രോട്ടീൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വരും പ്രോട്ടീൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത്. ഡെയിലി 2 എഗ് വെയിറ്റ് ആണ് നേരത്തെ പറഞ്ഞിരുന്നത്, ഇപ്പോൾ അത് മാറ്റിയിട്ട് മുഴുവനായിട്ട് മുട്ട കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വ്യത്യാസം വരുത്താൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ഫുഡിൽ വ്യത്യാസം വരുത്തിയതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞല്ലോ, ഞാൻ ഭക്ഷണത്തിലൊക്കെ വ്യത്യാസം വരുത്തി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, രാവിലെ ആണെങ്കിൽ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ ഏതാണെങ്കിലും ഒരെണ്ണമാണ് കഴിക്കുന്നത്. അത് കുറേ വർഷങ്ങളായിട്ട് ഞാൻ കഴിച്ചിരുന്നത് 2 ഇഡ്ഡലി 2 ദോശയൊക്കെ ആയിരുന്നു. അത് ഒന്നാക്കി കുറച്ചു, അത്രേ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. പിന്നെ ഇതൊന്നും കേട്ട് പേടിക്കരുതെന്ന് ആദ്യം പറഞ്ഞോ, ഒരെണ്ണമൊക്കെ കഴിച്ചാൽ ആൾക്കാർ തലറങ്ങി 3 കഴിച്ചിട്ട് ഞാനെന്തിനും നടന്നിരുന്നു. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ ഇതൊക്കെ. എന്താ വെച്ചാല് ഞങ്ങളുടെ വീട്ടില് ഏറ്റവും കുറവ് ഫുഡ് കഴിക്കുന്ന ആൾ ഇപ്പൊ ഞാനാണ്, ഇപ്പൊ നിലവിലിട്ടോ. എന്താ വെച്ചാല് നേരത്തെ ആണെങ്കിലും എന്നെ കാണുമ്പോ, നേരത്തെ ആണെങ്കിലും എന്നെ കാണുമ്പോൾ നല്ല വണ്ണമുണ്ടെങ്കിലും ഞാൻ ഫുഡ് കഴിക്കുന്ന ക്വാണ്ടിറ്റി വളരെ കുറവാണ്. പിന്നെ വെള്ളം കുടിക്കും, ഇപ്പോൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കും. ഒരു ദിവസം ഒരു 4 ലിറ്റർ വെള്ളമെങ്കിലും മാക്സിമം കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 3.5-3.25 ലിറ്റർ, ചില ദിവസങ്ങളിൽ 4 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറയാം, എൻ്റെ ഒരു ദിവസത്തെ ഫുഡ് എങ്ങനെയാണെന്നുള്ളത്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 1.25 ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ ബോട്ടിൽ രാത്രി ഫില്ല് ചെയ്ത് വയ്ക്കും. അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കാനുണ്ട്. ഗുളിക കഴിക്കുന്നത് ആ 1 ലിറ്റർ വെള്ളവും കൂടി കുടിച്ചിട്ടാണ്. അപ്പോൾ അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു ഗ്ലാസ് കാപ്പി കുടിക്കും. എന്താണെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഷുഗർ എപ്പോഴും ലോ ആണ്, അതുകൊണ്ട് കാപ്പി കുടിക്കാതെ ഒരു രക്ഷയില്ല, അതുകൊണ്ട് കാപ്പി കുടിക്കുന്നത്. പിന്നെ ഒരു 10-10:30 ആവും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അത് എഴുന്നേൽക്കുന്നത് ലേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ നേരത്തെ ഫുഡ് കഴിക്കും, വൈകി എഴുന്നേൽക്കുകയാണെങ്കിൽ 10-10:30 ആകുമ്പോൾ ഫുഡ് കഴിക്കും. ഒരു ദോശയാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഇഡ്ഡലി ആണെങ്കിൽ ഒരു ഇഡ്ഡലി കഴിക്കും. പിന്നെ ഒരു 12-12:45 ആകുമ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കഴിക്കും. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ 1.5 സ്പൂൺ ഓട്സ് വെള്ളത്തിൽ തിളപ്പിച്ച് അത് കഴിക്കും. അപ്പോൾ ഈ ഗ്രീൻ ടീ കഴിക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഞാൻ പുറകെ പറയാം കേട്ടോ. അതെന്തിനാണ്, എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് ഇതിന് മുന്നേ ഗ്രീൻ ടീയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ ഒരു ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ അതും കൂടി ഉൾപ്പെടുത്തി പറഞ്ഞാലേ മുഴുവനാവുള്ളൂ.
അപ്പോൾ 12:45 ഞാൻ ഗ്രീൻ ടീ കഴിക്കുന്നതെങ്കിൽ 1:30 ആകുമ്പോഴാണ് ഓട്സ് കഴിക്കുക. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ആദ്യം കുറച്ച് ദിവസങ്ങളിൽ ഓട്സ് മാത്രമാണ് കഴിച്ചിരുന്നത്. അപ്പോൾ ഞാൻ കഴിക്കുന്ന രീതിയിൽ ഓട്സ് കഴിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഡയറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ വല്ലാത്തൊരു കഷ്ടപ്പാടാണ്. സത്യത്തിൽ നിങ്ങളാരും വണ്ണം കുറയ്ക്കാതെ കഷ്ടപ്പെടാതിരിക്കുക. അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള വണ്ണാണെങ്കിൽ അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ പറയാം, ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. വണ്ണം കൂടുതലുള്ള ആളുകൾ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുക, വണ്ണം കുറയ്ക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ചെയ്യുന്ന ഡയറ്റ് നിങ്ങളാരും ഫോളോ ചെയ്യണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറഞ്ഞത്, സാധാരണ ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എൻ്റെ രീതി ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. ആരും ഈ രീതി കണ്ടുപഠിച്ചിട്ട് അവസാനം എഴുന്നേറ്റ് നിൽക്കാൻ ജീവനില്ല എന്ന് പറഞ്ഞിട്ടൊന്നും വീട്ടുകാരെ എന്നെ തല്ലാൻ വരരുത്. ഉള്ള കാര്യം ഇപ്പോഴേ പറയാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് എന്നെ ചീത്ത പറയും ചിലപ്പോൾ. പിന്നെ ആദ്യം ഞാൻ കുറച്ച് ദിവസങ്ങളിൽ ഒരാഴ്ചയിൽ മേലെ ഓട്സ് മാത്രമാണ് കഴിച്ചിരുന്നത്. അങ്ങനെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ ഞാൻ പോയപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഓട്സ് മാത്രം കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, ഫ്രൂട്ട്സും കൂടി ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നട്ട്സ് ഉൾപ്പെടുത്തുക, അതും കൂടിയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഫുഡ് കഴിക്കുക. അപ്പോൾ ഈ ഓട്സ് മാത്രം കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നില്ല. അങ്ങനെയപ്പോൾ ഇപ്പോൾ സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ മാമ്പഴം, അതുപോലെ തന്നെ ചിങ്ങൻ പഴം, ആപ്പിള്, ഇതൊക്കെ കഴിക്കാം. പിന്നെ ഏത്തപ്പഴം കഴിക്കരുത്. ഏത്തപ്പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് വീണ്ടും കൂടും. പിന്നെ എനിക്ക് ഏത്തപ്പഴം പ്രശ്നമാണ്, അപ്പോൾ അതുകൊണ്ട് ഏത്തപ്പഴം അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. ഏത്തപ്പഴം കഴിക്കുന്നില്ല. ബാക്കി ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് ഏതെങ്കിലും കഴിക്കും. പിന്നെ ഒരു 4 മണിയാകുമ്പോൾ വീണ്ടും ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കഴിക്കും. ഗ്രീൻ ടീ കഴിച്ചു കഴിഞ്ഞിട്ട് ശരി, അത് കഴിക്കും എന്ന് പറഞ്ഞ ശീലമായി. പിന്നെ ഒരു 4 മണിയാകുമ്പോൾ വീണ്ടും ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കും. അതിനുശേഷം 4:30 4:45 ആകുമ്പോൾ 4 ആൽമണ്ട്സും 4 കാഷ്യൂനട്ട്സും, ഇതൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവിയിൽ വേവിച്ച പലഹാരങ്ങളോ ഇല്ലെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ള സ്നാക്സോ ബേക്കറി ഐറ്റംസോ എന്തെങ്കിലുമൊക്കെ കഴിക്കുമായിരുന്നു. അപ്പോൾ ബേക്കറി ഐറ്റംസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി, ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കി, എല്ലാം ഒഴിവാക്കി കൊണ്ടുവരികയാണ്. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാൻ. പിന്നെ ശീലമായിക്കോളും. നമുക്ക് ആവശ്യമായി വരുമ്പോൾ നമ്മളത് ശീലിച്ചോളും. പിന്നെ ഇടയ്ക്ക് വ്യത്യാസം വരുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില ദിവസം ഞാൻ മുട്ട പുഴുങ്ങിയിട്ട് കഴിക്കും, അല്ലെങ്കിൽ മുട്ട ഓംലെറ്റ് ആക്കി കഴിക്കും. അതിങ്ങനെ മാറ്റി ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇന്ന് കാഷ്യൂനട്ട്സ് ആൽമണ്ട്സ് ആണ് കഴിക്കുന്നതെങ്കിൽ നാളെ മുട്ടയായിരിക്കും. അങ്ങനെ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കും. രാത്രിയാകുമ്പോൾ ഒരു 9-9:30 രാത്രി ഫുഡ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു പൗഡർ തന്നിട്ടുണ്ട് ഡോക്ടർ. ആ പൗഡറാണ് കലക്കി കുടിക്കുന്നത്. പൗഡറിന്റെ പേര് ഞാൻ പറയുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടി ഡോക്ടർ എൻ്റെ ഫിസിക്കൽ കണ്ടീഷന് അനുസരിച്ച് തന്നിരിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു ഫുഡ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് പൗഡറിന്റെ പേര് പറയാത്തത്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കുക ഏതാണ് നിങ്ങൾക്ക് ഫുഡ് സ്യൂട്ട് ആവുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഡയറ്റ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. ഉറപ്പായ കാര്യമാണ്. അത്രയും ബുദ്ധിമുട്ടാണിത്. അപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ച് മാത്രം നിങ്ങൾ എപ്പോഴും ഡയറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ റിക്വസ്റ്റുകൾ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും റിപ്ലൈ കൊടുക്കുമ്പോൾ എങ്കിലും അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയൂ ചേച്ചി, ഞങ്ങളും ഫോളോ ചെയ്യട്ടെ, നല്ല വ്യത്യാസമുണ്ട് ചേച്ചിയെ കാണാനായിട്ട്, ഒരുപാട് വ്യത്യാസം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബാക്കി പറയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഗ്രീൻ ടീയുടെ കാര്യങ്ങൾ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നത്, ഞാൻ എങ്ങനെ വെയിറ്റ് കുറച്ചു ആ ഒരു ടൈറ്റിൽ മാത്രം കണ്ടിട്ട് നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ എന്താണ് എൻ്റെ പ്രശ്നം, ഞാൻ എന്തിനു വേണ്ടി വെയിറ്റ് കുറച്ചു എന്നുള്ളത് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ വെയിറ്റ് കുറച്ചതിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ. എൻ്റെ ഇൻസുലിൻ്റെ അളവ് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ കൂടി പോകുന്നു, ഷുഗർ ലോ ആവുന്നു, ഞാൻ തളർച്ച പ്രശ്നങ്ങൾ, ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചേച്ചി എങ്ങനെയാണ്, പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ ചേച്ചിക്ക് എങ്ങനെയാണ് പറ്റുക, ഇതുപോലെ എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യം ഉണ്ടാവുമോ ജീവൻ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചാൽ, അപ്പോൾ എൻ്റെ ബോഡിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയറ്റ് ഇതായതുകൊണ്ടാണ് ഡോക്ടർ ഇത് റെക്കമെൻഡ് ചെയ്തത്. ഞാനിത് ഫോളോ ചെയ്യുന്നതും. പക്ഷെ എനിക്ക് നേരത്തെ ഞാൻ ഒരുപാട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് ഈ ഡയറ്റ് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല. എങ്കിലും ബുദ്ധിമുട്ട് ചെറിയ ഒരു 50% അബവ് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും, നമ്മളിപ്പോൾ സാധാരണ ഒരാൾ കഴിക്കുന്ന അളവുണ്ടല്ലോ, ഓരോ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ ഫുഡ്. ഇപ്പോൾ സാധാരണ ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 ഇഡ്ഡലിയൊക്കെ രാവിലെ കഴിക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നോർമലി ഒരു ബിറ്റ്വീൻ 50 and 60 വെയിറ്റ് ഉള്ള ആളുകളാണെങ്കിൽ 3 ഇഡ്ഡലി 4 ഇഡ്ഡലിയൊക്കെ രാവിലെ കഴിക്കും, അല്ലെങ്കിൽ 3 ദോശ അങ്ങനെയൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ തന്നെ 2 ഇഡ്ഡലിയൊക്കെയാണ് കഴിച്ചിരുന്നത്, ചിലപ്പോൾ ഒരെണ്ണമാണ് കഴിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല, എൻ്റെ ബോഡിക്ക് സ്യൂട്ടബിൾ ആവുന്നത്.
ഇതാണ്. അപ്പോൾ ഞാനിത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താണ്, നിങ്ങൾ ആരും ചെയ്യരുത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കാർബോഹൈഡ്രേറ്റ്സ് കുറവുള്ള ഫുഡാണ് കഴിക്കേണ്ടത്. കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല. അപ്പം എൻ്റെ ബോഡിയുടെ പ്രശ്നങ്ങൾക്ക് അനുസരിച്ചാണ് ഞാൻ ഈ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നതും ഡോക്ടർ എനിക്കിത് പറഞ്ഞു തന്നിരിക്കുന്നതും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, വേറെ ആളുകൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സൈഡ് എഫക്ട്സ് ഉണ്ടാവും. നമ്മുടെ ശരീരം ആകെ തളർന്നു പോകും, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നമ്മുടെ എനർജി ഒക്കെ പോകും, നമുക്ക് വീട്ടിലൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് ഇവിടെ അനുഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴും നിങ്ങളുടെ മുന്നിൽ വീഡിയോയിൽ പ്ലസന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ള ഫുഡ് ഏതെങ്കിലും ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരം തളർന്നു പോയിട്ട് ഞാനിവിടെ കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഈ കാണുന്ന ഫിസിക്കൽ കണ്ടീഷൻ അല്ല എൻ്റെ നോർമൽ ഇപ്പോഴുള്ള കണ്ടീഷൻ. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. അത് ആരും ചെയ്യാതിരിക്കുക എന്നുള്ളത്. പിന്നെ ഗ്രീൻ ടീയുടെ കാര്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും കുടിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഗ്രീൻ ടീ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ബേൺ ചെയ്യാൻ ഗ്രീൻ ടീ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉച്ചയ്ക്കും വൈകിട്ടും ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് 1/2 മണിക്കൂർ മുന്നേ ആയിട്ടാണ് ഗ്രീൻ ടീ കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗ്രീൻ ടീ കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് തന്നെയാണ് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ ഫ്രൈഡ് ഐറ്റംസ് നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ ജങ്ക് ഫുഡ്സ് ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ ഉപ്പ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുക. അധികം ഉപ്പ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ബിപിയുടെ പ്രശ്നങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ വണ്ണം കൂടും എന്ന് പറയുന്നുണ്ട് ഡോക്ടേഴ്സ്, പലപ്പോഴും പറയാറുണ്ട്. ലോ BP അല്ല എന്നുണ്ടെങ്കിൽ ഉപ്പിന്റെ അളവ് ഫുഡിൽ എപ്പോഴും കുറയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാം. പിന്നെ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ചെയ്യേണ്ട കാര്യമാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. ഒന്നില്ലെങ്കിൽ 1/2 മണിക്കൂർ നടക്കുക. എല്ലാവരുടെയും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നടക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ കോറിന് സ്ട്രെങ്ത് വരുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുക. കോറിന് സ്ട്രെങ്ത് വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമ്മിൽ പോകുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ജിമ്മിൽ പോകാത്ത ആളുകൾക്കാണെങ്കിൽ കോറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിന്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷന് നന്നായിട്ട് സ്ട്രെസ് വരുന്ന രീതിയിൽ വലിഞ്ഞു മുറുകുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ഉണ്ട്. അത് ജിമ്മിൽ പോകുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്കൊക്കെ നിങ്ങളൊന്ന് ജിമ്മിൽ പോയി നോക്കൂ. അപ്പൊ അത് അറിയാൻ പറ്റും. എനിക്ക് കിച്ചൂസാണ് പറഞ്ഞു തന്നത്. കിച്ചൂസ് ജിമ്മിൽ പോയിട്ട് എനിക്ക് കിച്ചൂസാണ് ഇതൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മുടെ വയറിന്റെ ഇവിടെയൊക്കെ കുറേ സമയത്തേക്ക് നല്ല ബുദ്ധിമുട്ട്, ആരോ പിടിച്ചു വെച്ചിരിക്കുന്ന പോലെയുള്ള ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ വയറ് കുറയാൻ വളരെ നല്ലതാണ്. പിന്നെ ഈ സൈഡിലെ ഫാറ്റ്സ്, ലേഡീസിനാണെങ്കിൽ ഈ 2 സൈഡിലുള്ള ഫാറ്റാണ് നമുക്ക് കൂടുതലുള്ളത്. അതിനുള്ള എക്സസൈസുകൾ ചെയ്യുക, ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള. അങ്ങനെ കുറച്ച് എക്സസൈസും കുറച്ച് ഫുഡ് കൺട്രോളിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ നോർമലി നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അതിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ ഡയറ്റീഷ്യനെ കണ്ടോ ഫിസിഷ്യനെ കണ്ടോ നമ്മൾ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്നത് തെറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് വേറെ ആയിരിക്കും. പോസിറ്റീവിന് വരെ നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് ഫിസിഷ്യനെയും ഡയറ്റീഷ്യനെയും കാണാന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക. മിനിമം 4 ലിറ്റർ വെള്ളം കുടിക്കുക. മാക്സിമം എത്രത്തോളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം കുടിക്കുക. അപ്പോൾ വെള്ളം ധാരാളം കുടിക്കുമ്പോൾ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അളവ് കുറയുമല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ വണ്ണം കുറയുക എന്ന് പറയുന്നത്, വെള്ളം കുടിച്ചിട്ടാണെങ്കിലും. വെള്ളം കുടിച്ചാൽ വണ്ണം കുറയും എന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വണ്ണമൊക്കെ കുറച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരും ഫോളോ ചെയ്യരുത് പ്ലീസ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത കുക്കിംഗ് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ. ശരിയായില്ല. ബൈ. Like ഒരു നല്ല ബൈ.